ഇന്നത്തെ വീഡിയോയിൽ 9ാം ക്ലാസ് ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാം യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു സ്കൂൾഷിപ്പ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. In half a day, we have gone through the narrative of a man's voyage in time. ഹാഫ് എ ഡേ എന്ന പാഠത്തിൽ ഒരു വ്യക്തിയുടെ കാലത്തിലൂടെയുള്ള സഞ്ചാരം നമ്മൾ കണ്ടു. Marfus account of the timeless journey of human experience is followed by a moving speech by Selma Lagerlöf, the Nobel laureate, who envisions a significant moment in time with her departed father. ഇവിടെ ഈ പാഠത്തിൽ നൊബൽ സമ്മാന ജേതാവായ സെൽമ ലോഗലോഫിന്റെ ഒരു സ്പീച്ചാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. മരിച്ചുപോയ തന്റെ അച്ഛനെ കുറിച്ചുള്ള സ്പീക്കറുടെ ഓർമ്മകളും അതുപോലെ തന്നെ ഒരു ഡ്രീം ലൈക്ക് സിനാരിയോയിൽ അച്ഛനോട് താൻ സംസാരിക്കാനിടയുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്തെടുക്കുന്നതുമൊക്കെ നമുക്കിവിടെ കാണാം. Her speech reveals the perennial nature of memory and the eternal value of gratitude in a dream-like scenario. ഈ സ്പീച്ചിലൂടെ മെമ്മറിയുടെയും അതുപോലെ തന്നെ ഗ്രാറ്റിറ്റ്യൂഡിന്റെയും ഓർമ്മ അതുപോലെ തന്നെ നന്ദി ഇവയുടെയൊക്കെ പെരനിയൽ നേച്ചർ, എവർലാസ്റ്റിംഗ് ലോങ് ലാസ്റ്റിംഗ് നേച്ചറാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പെരനിയൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റിംഗ് ഫോർ എ ലോങ് ടൈം, ഇറ്റേണൽ എന്ന് പറയുമ്പോൾ ലാസ്റ്റിംഗ് ഫോർ എവർ, നിത്യമായ. പാരഗ്രാഫ് വൈസ് ആയിട്ട് വേർഡ് മീനിങ്സ് കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. സെൽമ ലോഗലോഫ് സ്വീഡിഷ് ഓതർ ആണ്. ലിറ്ററേച്ചറിനുള്ള നോബൽ പ്രൈസ് നേടുന്ന ഫസ്റ്റ് വുമൺ ആണവർ. അതുപോലെ തന്നെ സ്വീഡിഷ് അക്കാദമി മെമ്പർഷിപ്പ് കിട്ടുന്ന ഫസ്റ്റ് വുമൺ കൂടിയാണ്. ഇൻവിസിബിൾ ലിങ്ക്സ് ആണ് അവരുടെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്ക്. ഡെപ്സ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, സെൽമ ലോഗലോഫ്. A few days ago, I was sitting in the train bound for Stockholm. സ്റ്റോക്ക്ഹോമിലേക്കുള്ള യാത്രയിൽ ട്രെയിനിൽ ഇരിക്കുകയായിരുന്നു ഞാൻ. It was early evening. ഈവനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം. There was little light in my compartment and none at all outside. എൻ്റെ കമ്പാർട്ട്മെന്റിൽ വളരെ കുറച്ച് മാത്രം വെളിച്ചം, പുറത്താണെങ്കിൽ വെളിച്ചം ഒട്ടും തന്നെയില്ല. My fellow passengers were dozing. എന്നോടൊപ്പമുള്ള മറ്റ് യാത്രക്കാർ മയക്കത്തിലാണ്. And I was very quiet listening to the rattling of the train. ഞാനാണെങ്കിൽ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ഇങ്ങനെ ട്രെയിനിന്റെ റാറ്റ്ലിംഗ് സൗണ്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. റാറ്റിൽ നിർത്താതെ വേഗത്തിൽ ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് റാറ്റിൽ എന്ന് പറയുക. അപ്പൊ നമുക്കറിയാം ട്രെയിനിന്റെ സൗണ്ട് എങ്ങനെയായിരിക്കുമെന്ന്, അല്ലെ? And then I began to think of all the other times I had come up to Stockholm. അങ്ങനെ ഇരിക്കുമ്പോൾ സ്റ്റോക്ക്ഹോമിലേക്ക് ഞാൻ ഇതിനു മുൻപ് വന്നിട്ടുള്ള ഓരോ പ്രാവശ്യവും എങ്ങനെയായിരുന്നു എന്ന് ആലോചിച്ചു. It had usually been to do something difficult, such as to pass examinations. അപ്പോൾ ഇതിനു മുൻപ് വന്ന എല്ലാ സമയവും എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക എന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. മിക്കവാറും ഏതെങ്കിലും ഒരു എക്സാമിനേഷൻ പാസ്സാവുക എന്ന രീതിയിലൊക്കെയാണ് വന്നിട്ടുണ്ടാവുക. നമുക്കറിയാം സ്വീഡന്റെ ക്യാപിറ്റലാണ് ഈ സ്റ്റോക്ക്ഹോം എന്ന് പറയുന്നത്. ആൻഡ് നൗ ഐ വാസ് കമ്മിങ് ടു റിസീവ് ദ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ. നോക്കൂ, നൗ ദർ ഇസ് എ ഡിഫറൻസ്. ഇപ്രാവശ്യം പക്ഷെ വരുന്നത് ലിറ്ററേച്ചറിലുള്ള നോബൽ പ്രൈസ് റിസീവ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ദാറ്റ് ടു ഐ തോട്ട് വുഡ് ബി ഡിഫിക്കൽട്ട്. പക്ഷേ ഇതും ഞാൻ ഡിഫിക്കൽട്ട് എന്ന് കരുതി വെച്ച ഒരു കാര്യമാണ്. Deep within me, however, was a wondrous joy at receiving this prize. എന്നിരുന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അതിശയകരമായ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതിശയകരവും അതുപോലെ തന്നെ ആശങ്ക തരുന്നതുമായ ഒരു സന്തോഷമാണ് കേട്ടോ ഈ പ്രൈസ് റിസീവ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സ്പീക്കർക്കുണ്ടായിരുന്നത്. I tried to dispel my anxiety by thinking of those who would rejoice at my good fortune. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിലേക്ക് കുറച്ച് ആങ്ഷ്യസ് തോട്ട്സ് ഒക്കെ കടന്നു വരുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ ഡിസ്പെൽ ചെയ്ത് കളയുന്നതിന് വേണ്ടി, അതിനെ മാറ്റിക്കളയുന്നതിന് വേണ്ടി തന്നെ സ്നേഹിക്കുന്ന കുറേയധികം ആൾക്കാരെ കുറിച്ച് ചിന്തിക്കാമെന്ന് നമ്മുടെ സ്പീക്കർ വിചാരിച്ചു. അതായത് ഈ സന്തോഷത്തിൽ, ഈ ഭാഗ്യത്തിൽ തന്നോടൊപ്പം സന്തോഷിക്കാനിടയുള്ള കുറേ വ്യക്തികളെ കുറിച്ച് ചിന്തിക്കാമെന്ന് കരുതി. They were my good friends, my brothers and sisters, and first and foremost my old mother, who sitting back home was happy to have leave to see this day. അപ്പോൾ ഇങ്ങനെ താൻ മനസ്സിലേക്ക് കൊണ്ടുവന്ന വ്യക്തികളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, എൻ്റെ സിബ്ലിങ്സ് ഉണ്ടായിരുന്നു, ഏറ്റവും പ്രധാനമായി എൻ്റെ അമ്മ. ആരാണോ ഇപ്പോൾ വീട്ടിലിരുന്ന് ഞാൻ ഇങ്ങനെ ഈ നൊബൽ പ്രൈസ് വാങ്ങുന്നു എന്ന ആ ഒരു സന്തോഷത്തിൽ, ഈ ദിവസം വരെയും തനിക്ക് ജീവിക്കാനായല്ലോ എന്ന സന്തോഷത്തിൽ ഇരിക്കുന്ന എൻ്റെ അമ്മയും ഉണ്ടായിരുന്നു.
But then I thought of my father and felt a deep sorrow that he was no longer alive. അപ്പോഴാണ് ഞാൻ എൻ്റെ അച്ഛനെ കുറിച്ച് ആലോചിച്ചത്. എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി. കാരണം ഞാനിങ്ങനെ ഈ ഒരു വലിയ പുരസ്കാരം നേടുന്ന സമയത്ത് അത് പറയാൻ എൻ്റെ അച്ഛൻ ഇന്ന് ജീവിച്ചിരിപ്പില്ല. I could not go and tell him that I had been awarded the Nobel Prize. I knew that no one would have been happier than he to hear this. എനിക്കൊരിക്കലും അച്ഛനോട് പോയിട്ട് എനിക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയില്ല. കാരണം അച്ഛൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഇനി പറയുന്ന നോക്കൂ, മറ്റൊരാളും ഇത്രയധികം സന്തോഷിക്കില്ല എൻ്റെ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്ന അവസരത്തിൽ. അത് അച്ഛൻ തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ ഇടയുണ്ടാവുക. യെസ്, ഇറ്റ് വാസ് എ ഡീപ് സോറോ ടു മീ ദാറ്റ് ഐ കുഡ് നോട്ട് ടെൽ ഹിം. അതുകൊണ്ട് തന്നെ അച്ഛനോട് പറയാൻ കഴിയില്ല എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു സോറോയാണ്, ഒരു ഡീപ് സോറോ തന്നെയാണ്, ഒരു അഗാധ ദുഃഖമാണ്. All wrestle and bustle ceased and the sound of the wheels became a soothing, peaceful melody. അപ്പോൾ ട്രെയിൻ ഓടി കുറച്ച് ദൂരം അങ്ങോട്ട് എത്തിക്കഴിയുമ്പോൾ ട്രെയിനിൻ്റെ ആ ശബ്ദ കോലാഹലങ്ങളൊക്കെ അങ്ങോട്ട് മാറി നമുക്ക് അത്യാവശ്യം ഒരു കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു റിതമിക് സൗണ്ടിലേക്ക് അത് മാറും അല്ലേ. അപ്പോൾ ആ റസിൽ ആൻഡ് ബസിൽ എന്ന വേർഡ്സ് ഒന്ന് നോക്കുക. റസിൽ എന്ന് പറയുന്നത് കാറ്റൊക്കെ വരുമ്പോൾ ഇലകളൊക്കെ ഉണ്ടാക്കുന്ന പോലെയുള്ള ഒരു സോഫ്റ്റ് സൗണ്ട് ആണ്. ബസിൽ എന്ന് പറയുമ്പോൾ തിരക്ക് പിടിച്ച് മൂവ് ചെയ്യുന്ന അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ആ റസിലും ബസിലും ഒക്കെ ട്രെയിനെ സംബന്ധിച്ച് എന്താണ് കഴിഞ്ഞു. ഇനിയിപ്പോൾ വളരെ സൂത്തിങ് ആയിട്ടുള്ള ഒരു റിതമിക് ആയിട്ടുള്ള രീതിയിലാണ് ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്നത്. The coaches no longer seem to run on rails and sleepers, but to glide into space. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കോച്ചസ് റെയിലിന്റെ മുകളിലൂടെ പാളത്തിന് മുകളിലൂടെ ഇങ്ങനെ പോകുന്നതൊന്നും ഇപ്പോൾ സ്പീക്കർക്ക് തോന്നുന്നില്ല. മറിച്ച് അതിങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോകുന്നതാണ്. വായുവിലൂടെ ഇങ്ങനെ സുഗമമായിട്ട് ഇങ്ങനെ പറന്നിറങ്ങുന്ന പോലെയൊക്കെയാണ് നമ്മുടെ സ്പീക്കർക്ക് തോന്നിയത്. റെയിൽസ് ആൻഡ് സ്ലീപ്പേഴ്സ് അത് നോക്കൂ. റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പാളങ്ങളാണ്. സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത് രണ്ട് റെയിൽസിനെ തമ്മിൽ അല്ലെങ്കിൽ റെയിൽസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ ഒരു ടൈൽസിനെയാണ് നമ്മൾ സ്ലീപ്പേഴ്സ് എന്ന് പറയുന്നത്. യു ക്യാൻ സീ ഇറ്റ് ഇൻ ദ പിക്ചർ. ഓക്കെ, I sat there and thought how much I should like to see my old father again. അപ്പോൾ അവിടെ ഇരുന്ന് ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ വയസ്സായ അച്ഛനെ കാണാൻ ഞാൻ എത്രയധികം ആഗ്രഹിക്കുന്നുണ്ട്. So light and soundless was the movement of the train that I could hardly imagine I was on this earth. അപ്പോൾ ഇപ്പോഴായപ്പോഴേക്കും നമ്മുടെ ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് വളരെ സൗണ്ട്ലെസ് ആണ്, വളരെ ലൈറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭൂമിയിലാണോ എന്ന് പോലും സ്പീക്കർക്ക് സംശയം തോന്നി. And so I began to daydream. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ഡേ ഡ്രീമിങ്ങിലേക്ക്, ദിവാസ്വപ്നത്തിലേക്ക് നമ്മുടെ സ്പീക്കർ മുഴുകിപ്പോയി. ജസ്റ്റ് തിങ്ക് ഇഫ് ഐ വെർ ഗോയിങ് ടു മീറ്റ് ഫാദർ ഇൻ പാരഡൈസ്. പാരഡൈസിൽ വെച്ച്, സ്വർഗത്തിൽ വെച്ച് ഞാൻ അച്ഛനെ മീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്ന രീതിയിലേക്ക് ഡേ ഡ്രീമിങ്ങിലേക്ക് നമ്മുടെ സ്പീക്കർ പോയി. I seem to have heard of such things happening to other people. Why then not to myself? അങ്ങനെ കുറേയധികം ആൾക്കാർ ഇങ്ങനെ പാരഡൈസിലൊക്കെ പോയി തൻ്റെ ഫാദറിനെ മദറിനെ ഒക്കെ കണ്ടതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് എനിക്കത് നടക്കാത്തത്? The train went gliding on, but it had a long way to go in, and my thoughts raced ahead of it. അപ്പോൾ ട്രെയിൻ വീണ്ടും ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് പോവുകയാണ്. ഇങ്ങനെ വളരെ സുഗമമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പക്ഷെ ഇനിയും കുറേയധികം ദൂരം പോകാനുണ്ട്. അതിൻ്റെ ദൂരത്തേക്കാൾ അപ്പുറത്തേക്ക് എൻ്റെ ചിന്തകൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു എന്നാണ് പറഞ്ഞത്. Father will certainly be sitting in a rocking chair on a veranda with a garden full of sunshine, flowers and birds in front of him. അപ്പോൾ ഇമാജിൻ ചെയ്യുകയാണ് നമ്മുടെ സ്പീക്കർ തൻ്റെ ഫാദർ എന്ത് ചെയ്യുകയായിരിക്കുമെന്നാണ് പറയുന്നത്. വരാന്തയിൽ ഇരുന്നു കൊണ്ട്, വരാന്തയിലെ റോക്കിംഗ് ചെയറിൽ ആ ആടുന്ന കസേരയിൽ ഇരുന്നു കൊണ്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അച്ഛൻ്റെ മുൻപിൽ ഒരു ഗാർഡൻ ആയിരിക്കും, സൺഷൈനും ഫ്ലവേഴ്സും ബേർഡ്സും ഒക്കെ ഉള്ള ഒരു ഗാർഡൻ ആയിരിക്കും. അപ്പോൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത് അച്ഛനോടൊപ്പമുള്ള ജീവിതത്തിന്റെ ആ ഒരു സന്തോഷം കൂടിയാണ്. He will be reading, of course, but when he sees me, he will put down his book, push his spectacles high upon his forehead, and get up and walk toward me. അപ്പോൾ അച്ഛൻ തീർച്ചയായും എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ എന്നെ കാണുന്ന സമയത്ത് അച്ഛൻ ആ പുസ്തകം താഴെ വെക്കും. അതുപോലെ തന്നെ തൻ്റെ കണ്ണട എന്താണ് തലയ്ക്ക് മുകളിലേക്ക് ഉയർത്തി വെക്കും. എന്നിട്ടോ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വരുമെന്നാണ് സ്പീക്കർ പറയുന്നത്. He will say, "Good day, my daughter." നല്ല ദിവസം മകളെ. I am very glad to see you. നിന്നെ കണ്ടതിൽ ഒത്തിരി സന്തോഷം. Or why you are here and how are you, my child? നിനക്ക് സുഖമാണോ, നീ എന്താണ് ഇവിടെ വന്നത് എന്നൊക്കെ ചോദിക്കും. Just as he always used to do. സാധാരണ അച്ഛൻ ചോദിക്കാറുള്ളത് പോലെ തന്നെ. He will settle again in his rocking chair and only then begin to wonder
വൈ ഐ ഹാവ് കം ടു സീ ഹിം. അപ്പോൾ വീണ്ടും അച്ഛൻ റോക്കിംഗ് ചെയറിലേക്ക് തിരിച്ചു പോയിട്ട് ഇരിക്കും. അപ്പോഴായിരിക്കും അച്ഛൻ ആലോചിക്കുക, എന്നാലും എന്തിനായിരിക്കും തന്റെ മകൾ തന്നെ കാണാൻ വന്നതെന്ന്. യു ആർ ഷുവർ ദർ ഇസ് നത്തിങ് എമിസ്. അപ്പോൾ അച്ഛൻ പറയുകയാണ്, നിനക്ക് ഉറപ്പാണോ, ഒരു കുഴപ്പവും ഇല്ല, എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കും. ഹി വിൽ ആസ്ക് സഡൻലി. പെട്ടെന്ന് അച്ഛൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ റിപ്ലൈ കൊടുക്കുമെന്നാണ് ഡോക്ടർ പറയുന്നത്. നോ ഫാദർ, ഓൾ ഈസ് വെൽ. ഇല്ല അച്ഛാ, എല്ലാം വെല്ലാണ്, എല്ലാം റെഡിയാണ് എന്ന് പറയും. ഐ വിൽ റിപ്ലൈ. ബട്ട് ദെൻ ജസ്റ്റ് as I am about to break my news to him, I'll decide to keep it back just a while longer and try the indirect approach. അപ്പോൾ എനിക്ക് അച്ഛനോട് പറയണമല്ലോ എന്താണ് എനിക്ക് നൊബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് പറയണം. അപ്പോൾ അത് പറയുന്നതിന് മുൻപ് പക്ഷെ ഞാൻ എന്ത് ചെയ്യും, കുറച്ചു നേരം ഒന്ന് വൈകിപ്പിക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ ഇൻഡയറക്റ്റ് അപ്രോച്ചിലൂടെ അച്ഛനോട് പറയാം. നേരിട്ട് ഇങ്ങനെ ചെന്ന് പറയണ്ട, അല്ല നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഉടനെ പറയണ്ട, ഒരു വളഞ്ഞ വഴിക്ക് അച്ഛനോടത് കാര്യം അവതരിപ്പിക്കാം എന്ന് വിചാരിക്കും. ഐ ഹാവ് കം ടു ആസ്ക് യു ഫോർ അഡ്വൈസ് ഫാദർ. ഞാൻ അച്ഛൻ്റെ അടുത്തൊരു അഡ്വൈസ് ചോദിക്കാൻ വേണ്ടിയാണ്, ഉപദേശം ചോദിക്കാനാണ് വന്നതെന്ന് ഞാൻ പറയും. ഐ വിൽ സേ ഫോർ ഐ എം വെരി ഹെവിലി ഇൻ ഡെപ്റ്റ്. അപ്പം ഞാൻ പറയാൻ പോകുന്ന ഇതാണ്, ഞാൻ ഭയങ്കര കടത്തിലാണ്, അതുകൊണ്ട് അച്ഛൻ എനിക്ക് എന്തെങ്കിലും ഉപദേശം തരണമെന്ന രീതിയിൽ ഞാൻ സംസാരിക്കുമെന്നാണ് സ്പീക്കർ പറയുന്നത്. ഐ എം അഫ്രൈഡ് യു വിൽ നോട്ട് ഗെറ്റ് മച്ച് ഹെൽപ്പ് ഫ്രം മീ ഇൻ ദിസ് മാറ്റർ, ഫാദർ വിൽ റിപ്ലൈ. അപ്പം അച്ഛൻ പറയും, ഈ ഒരു കാര്യത്തിൽ എൻ്റെ അടുത്തുനിന്ന് നിനക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയും. One may well say of this place that it has everything except money. അപ്പൊ ഈ ഒരു സ്ഥലത്തെക്കുറിച്ച്, നമ്മുടെ വീടിനെ കുറിച്ച് ആൾക്കാർ പറയും, ഇവിടെ എല്ലാം ഉണ്ട്, പക്ഷേ പണം ഒഴിച്ച് എല്ലാം ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതെന്നാണ് അച്ഛൻ പറയുന്നത്. ബട്ട് ഇറ്റ് ഇസ് നോട്ട് മണി ദാറ്റ് ഐ ഓവ്. അപ്പോൾ സ്പീക്കർ പറയും, പക്ഷെ മണിയല്ല, പണമല്ല ഞാൻ കടപ്പെട്ടിരിക്കുന്നത് എന്ന് പറയും. Do you remember how you used to play the piano and sing Bellman songs to us children? And how you would let us read Tegner and Rundberg and Anderson? അപ്പൊ ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഓർക്കുന്നുണ്ടോ, അച്ഛൻ എങ്ങനെയാണ് ഞങ്ങൾക്ക് പിയാനോ വായിച്ചു തന്നിരുന്നതെന്ന്, അതിൽ ബെൽമാന്റെ പാട്ടുകൾ വായിച്ചു തന്നിരുന്നതെന്ന്, അതുപോലെ തന്നെ ടെഗ്നറുടെയും റൂൺബർഗിന്റെയും ആൻഡേഴ്സന്റെയും പുസ്തകങ്ങൾ ഞങ്ങൾക്ക് വായിച്ചു തന്നിരുന്നത്, അതൊക്കെ ഞാൻ അച്ഛനോട് ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. ഇറ്റ് വാസ് ദെൻ ദാറ്റ് ഐ ഫസ്റ്റ് ഫെൽ ഇൻ ടു ഡെറ്റ്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു കടക്കാരിയായി മാറിയതെന്ന് ഞാൻ പറയും. Father, how shall I ever repay them for teaching me to love fairy tales and sagas of heroes? നോക്കൂ, അപ്പൊ അവൾ അച്ഛനോട് ചോദിക്കുമെന്നാണ് പറയുന്നത്, എങ്ങനെയാണ് ഞാൻ അച്ഛൻ ഇത് റീപേ ചെയ്യുക, തിരിച്ചു തരിക, എന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഫെയറി ടെയിൽസ്, യക്ഷിക്കഥകൾ എന്നൊക്കെ നമ്മൾ പറയുന്ന ഫെയറി ടെയിൽസിലേക്കും, അതുപോലെ തന്നെ സാഗാസ് ഓഫ് ഹീറോസ്, സാഹസിക കഥകളൊക്കെ, അതിലേക്കൊക്കെ തന്നെ ആദ്യമായിട്ട് അതൊക്കെ തനിക്ക് പരിചയപ്പെടുത്തി തന്നതിന് ഞാൻ എങ്ങനെ അച്ഛനോട് നന്ദി പറയുമെന്നാണ് അവൾ ചോദിക്കുക. Father will straighten up in his rocking chair and a look of wonder will come into his eyes. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ അച്ഛൻ തന്നെ റോക്കിംഗ് ചെയറിൽ കുറച്ചും കൂടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തിരിക്കും. എന്നിട്ട് വളരെ അതിശയത്തോടെ തന്നെ നോക്കും. I am glad that I got you into this debt, he will say. അച്ഛൻ വളരെ തമാശയായിട്ട് പറയും, എനിക്ക് നല്ല സന്തോഷമാണ്, ഇങ്ങനെ ഒരു കടത്തിലേക്ക് നിന്നെ ഇട്ടതിൽ എനിക്ക് നല്ല സന്തോഷമാണെന്ന് പറയും. Yes, you may be right, Father, but then remember that is not all of it. അച്ഛൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അത് മാത്രമല്ല. നോക്കൂ, think of those poor homeless vagabonds who used to travel up and down, playing the fool and singing all those songs. അപ്പൊ അച്ഛൻ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഗിറ്റാർ വെച്ച് പാട്ട് പാടി നടന്നിരുന്ന ആ വാഗബോൺസ് എന്ന് പറഞ്ഞാൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ വാഗബോൺസിനെ കുറിച്ച് അച്ഛൻ ആലോചിച്ച് നോക്കൂ. What do I not owe to them, to their mischief and mad pranks? അവരുടെ ആ കുസൃതികളും അവരുടെ ആ നമ്മളെ പറ്റിക്കലുകളും അതിനോടൊക്കെ ഞാൻ എന്ത് ചെയ്തു, കടപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്പീക്കർ പറയുന്നത്. And the old men and women sitting in their small grey cottages telling me wonderful stories of water sprites and trolls and enchanted maidens. അപ്പൊ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു, ഈ പറഞ്ഞത് വാഗബോൺസിനോട് കടപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഗ്രേ കോട്ടേജിന്റെ മുൻപിൽ ഇങ്ങനെ ഇരുന്ന് തനിക്ക് കഥകൾ പറഞ്ഞു തന്ന മെൻ ആൻഡ് വിമൻ, അവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. എന്ത് തരം കഥകളാണ് അവർ പറഞ്ഞത് നമുക്ക് നോക്കാം. വാട്ടർ സ്പ്രൈറ്റ്സിന്റെ ജലദേവത, അതുപോലെയുള്ള കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ട്രോൾസ് എന്നൊക്കെ പറഞ്ഞാൽ ഗോസ്റ്റ് സ്റ്റോറീസിലൊക്കെ വരുന്ന അഗ്ലി ആയിട്ടുള്ള ചില ക്രീച്ചേഴ്സ് ആണ് ഈ ട്രോൾസ് എന്നൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ എൻചാന്റഡ് മെയ്ഡൻസ്, അതായത് വശീകരിക്കുന്ന ഈ യുവതികൾ, അങ്ങനത്തെ കഥകളൊക്കെ പറഞ്ഞു തന്ന കുറേയധികം മെൻ ആൻഡ് വിമൻ ഉണ്ട് ഈ സ്പീക്കറുടെ ലൈഫിൽ. അപ്പൊ അവരോടൊക്കെ ഞാൻ എങ്ങനെ ആ കടം എങ്ങനെ വീട്ടുമെന്നാണ് ചോദിക്കുന്നത്.
ഇറ്റ് വാസ് ദേ ഹു ടോട്ട് മീ ദാറ്റ് ദർ ഇസ് പോയട്രി ഇൻ ഹാർഡ് റോക്സ് ആൻഡ് ബ്ലാക്ക് ഫോറസ്റ്റ്. അങ്ങനെ പാറക്കല്ലിലും കറുത്ത വനാന്തരത്തിലുമൊക്കെ ഈ പറയുന്ന പോയിട്രി ഉണ്ടെന്നും സംഗീതമുണ്ടെന്നും ഒക്കെ പറഞ്ഞു കൊടുത്തത് ഈ മെൻ ആൻഡ് വിമൻ ആണെന്നാണ് സ്പീക്കർ പറയുന്നത്. ആൻഡ് ഐ എം ഇൻ ഡെപ്റ്റ് നോട്ട് ഓൺലി ടു പീപ്പിൾ. ഇങ്ങനെ മനുഷ്യരോട് മാത്രമല്ല ഞാൻ ഇങ്ങനെ ഡെപ്റ്റിലുള്ളത്, കടത്തിലുള്ളത്. ദർ ഈസ് ദ ഹോൾ ഓഫ് നേച്ചർ ആസ് വെൽ. ഈ മൊത്തം പ്രകൃതിയോട് തന്നെയും ഞാൻ ഇങ്ങനെ കടക്കാരിയായിട്ട് നിൽക്കുകയാണ്. ദി ആനിമൽസ് ദാറ്റ് വോക്ക് ദി എർത്ത്, ദ ബേർഡ്സ് ഇൻ ദ സ്കൈസ്, ഭൂമിയിലൂടെ നടക്കുന്ന മൃഗങ്ങൾ, അതുപോലെ തന്നെ ആകാശത്തിലുള്ള പക്ഷികൾ, ദ ട്രീസ് ആൻഡ് ഫ്ലവേഴ്സ്, ദേ ഹാവ് ഓൾ ടോൾഡ് മീ സം ഓഫ് ദെയർ സീക്രട്സ്. ഇതെല്ലാം തനിക്ക് അവരുടേതായ ചില സീക്രട്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഈ ഒരു എഴുത്തുകാരി എന്ന റൈറ്റർ എന്ന നിലയിലുള്ള ലൈഫിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവർക്കൊക്കെ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് സ്പീക്കർ അച്ഛനോട് പറയുന്നത്. ഓക്കെ, ഇതാ നമുക്ക് കുറെ മീനിങ്സ് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഫാദർ വിൽ ബി as carefree and relaxed as he used to be. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോഴും അച്ഛൻ എന്തായിരിക്കും വളരെ കെയർഫ്രീ ആയിട്ട്, വളരെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് സ്പീക്കർ പറയുന്നത്. നെവർ ഫിയർ ചൈൽഡ്, there is a remedy for your trouble. നീ പേടിക്കണ്ട, നിന്റെ ഈ പ്രശ്നത്തിന് അവിടെ ഒരു റെമഡി, ഒരു പരിഹാരം ഉണ്ടായിരിക്കും. I don't think, father, that you really understand how hard it is for me. അച്ഛൻ, എനിക്ക് തോന്നുന്നു അച്ഛൻ എൻ്റെ പ്രശ്നം ശരിക്കും മനസ്സിലായിട്ടില്ലെന്ന്. I am also in debt to my readers. ഇവരോടൊന്നും മാത്രമല്ല, ഞാൻ എൻ്റെ വായനക്കാരോടും റീഡേഴ്സിനോടും കടത്തിലാണ്. What would have become of me if no one had wanted to read my books? ഒരു റീഡേഴ്സും എൻ്റെ ബുക്ക് വായിക്കാൻ താല്പര്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആകുമായിരുന്നോ? ഇല്ല. അപ്പൊ ഞാൻ അവരോടും കടക്കാരിയാണ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ഓൾ ദോസ് ഹു ഹാവ് റിട്ടൺ ഓഫ് മീ. അതുമാത്രമല്ല, എൻ്റെ ബുക്സിനെ കുറിച്ച്, എൻ്റെ റൈറ്റിംഗ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്ത ആൾക്കാരുണ്ടാവും അല്ലെ? ഹു ഹാവ് റിട്ടൺ ഓഫ് മീ, എന്നെ കുറിച്ച് എഴുതിയ ആളുകൾ, അവരോടും ഞാൻ ഇൻഡെപ്റ്റഡ് ആണ്, കടക്കാരിയാണ്. Think of all those in foreign lands who have worked for me. ഫോറിൻ ലാൻഡ്സിൽ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി വർക്ക് ചെയ്ത ആളുകൾ. I owe them gratitude, Father, both for their praise and for their censure. ഇവരോടെല്ലാം എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആണ്, നന്ദിയാണ്, കൃതജ്ഞതയാണ്. ആൻഡ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ്? അവരുടെ പ്രൈസിനും, അവരെന്നെ അഡ്മയർ ചെയ്തു, അതുപോലെ തന്നെ സ്തുതിച്ചു, അങ്ങനെ എൻ്റെ വർക്ക്സ് എല്ലാം നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോടും, അല്ലെങ്കിൽ സെൻഷർ ചെയ്താൽ ക്രിട്ടിസൈസ് ചെയ്യുക, ഭയങ്കര രൂക്ഷമായിട്ട് ചിലർ വിമർശിച്ചിട്ടുണ്ടാകും ഈ റൈറ്ററെ. അപ്പോൾ എൻ്റെ വർക്കിനെ കുറിച്ച് നല്ലത് പറഞ്ഞവരും മോശം പറഞ്ഞവരുമായ കുറേയധികം റീഡേഴ്സ് ഉണ്ട് അല്ലെ, അക്രോസ് ദ ഗ്ലോബ്. അവരോടെല്ലാം ഞാൻ ഇൻഡെപ്റ്റഡ് ആണ്, കടക്കാരിയാണ്. Yes, father will say, and I shall see him look a little less calm. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ എന്ത് പറയും? ശരിയാണ്. എന്നിട്ടോ അച്ഛൻ കുറച്ചൊന്ന് അച്ഛൻ്റെ ആ കാംനെസ് പോയതായിട്ട് എനിക്ക് മനസ്സിലാകും. റിമെമ്പർ ഓൾ ഹു ഹാവ് ഹെൽപ്ഡ് മീ, ഫാദർ. അപ്പൊ അച്ഛനോട് ഇവൾ പറയുന്നു എന്നാണ് പറയുന്നത്. എന്നെ സഹായിച്ച എല്ലാവരെയും അച്ഛൻ ഓർത്തു നോക്കൂ. I shall say, think of my faithful friend Isolde, who tried to open doors for me when no one dared to believe in me. അപ്പൊ അതുപോലെ തന്നെ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള Isolde. അപ്പൊ മറ്റാരും അവളുടെ കഴിവിൽ, പൊട്ടൻഷ്യലിൽ വിശ്വസിക്കാത്ത സമയത്തും തനിക്ക് വേണ്ടി വാതിൽ തുറന്നു തന്നു എന്ന് പറഞ്ഞാൽ, തന്റെ കഴിവിൽ വിശ്വസിച്ചു തനിക്ക് സപ്പോർട്ട് കൊടുത്ത ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അവളെ കുറിച്ച് ആലോചിച്ച് നോക്കുക. All the love that has come to me, the honors, the distinctions. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന, അല്ലെങ്കിൽ വായനക്കാരിലൂടെയും മറ്റുള്ളവരിലൂടെയും എൻ്റെ അടുത്തേക്ക് വന്ന എല്ലാ സ്നേഹവും, അതുപോലെ തന്നെ ഓണേഴ്സ്, അംഗീകാരങ്ങളും, ഡിസ്റ്റിങ്ഷൻസും, മികവും ഒക്കെ ആലോചിച്ച് നോക്കൂ. Do you not understand now that I have to come to you to ask how such debts can be paid? ഇപ്പോഴും അച്ഛന് മനസ്സിലാവുന്നില്ലേ ഞാൻ ഇത്രയും വലിയ ഈ ഡെബ്സ് ഒക്കെ എങ്ങനെ പേ ചെയ്യുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് മനസ്സിലാവുന്നില്ലേ എന്ന് ഞാൻ ചോദിക്കുമെന്ന് സ്പീക്കർ വിചാരിക്കുന്നു. Father has lowered his head and does not look so hopeful anymore. അപ്പോൾ ഈ സംസാരമെല്ലാം കേട്ടപ്പോൾ അച്ഛൻ്റെ പ്രതീക്ഷയൊക്കെ അല്പം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അച്ഛൻ തലയൊക്കെ അല്പം താഴ്ത്തിയിരിക്കുകയാണ്. I agree, daughter. It's not going to be easy to find help for you, but surely there is nothing more you owe anyone. അപ്പൊ മകളെ, നീ പറഞ്ഞത് ശരിയാണ്. നിന്റെ ഈ പ്രശ്നത്തിന്റെ ഹെൽപ്പ് അത്ര ഈസി അല്ല, പക്ഷെ ഇതിൽ കൂടുതലൊന്നും നീ ആർക്കും കടപ്പെട്ടിരിക്കുന്നില്ലല്ലോ അല്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നു. Yes, father, I have found it difficult enough to bear all that I owed before, but my biggest debt has not yet come. ശരിയാണ് അച്ഛാ, ഈ പറഞ്ഞ അത്രയും ഡെപ്റ്റ് തന്നെ എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പക്ഷേ മൈ ബിഗസ്റ്റ് ഡെപ്റ്റ്, എൻ്റെ ഏറ്റവും വലിയ ഡെപ്റ്റ് ഇതുവരെ വന്നിട്ടില്ല, അത് വരുന്നതേ ഉള്ളൂ. ദാറ്റ്സ് വൈ ഐ ഹാഡ് ടു കം ടു യു ഫോർ അഡ്വൈസ്. അതുകൊണ്ടാണ് അഡ്വൈസ് തേടി ഞാനിപ്പോൾ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്നത്. നോക്കാം. ഐ കനോട്ട് അണ്ടർസ്റ്റാൻഡ് ഹൗ യു കുഡ് ഓഫ് സ്റ്റിൽ മോർ, ഫാദർ വിൽ സേ. അച്ഛൻ പറയും, എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല, ഇനി എങ്ങനെയാണ് നീ ഇങ്ങനെ കടക്കാരിയാവുക?
ഓ യെസ്, ഐ വിൽ റിപ്ലൈ ആൻഡ് ദെൻ ഐ വിൽ ടെൽ ഹിം ഓൾ അബൌട്ട് ദിസ്. അപ്പോൾ ഞാൻ അച്ഛനോട് വെളിപ്പെടുത്തും എങ്ങനെയാണ് ഞാൻ വീണ്ടും കടക്കാരിയാവുന്നത്, എനിക്കിങ്ങനെ നോബൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാൻ അച്ഛനോട് വെളിപ്പെടുത്തും. I just cannot believe the academy, father will say, but looking at me and seeing my face, he will know it's all true. അപ്പോൾ അച്ഛൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും, എന്താണ്, എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല അക്കാദമി നിനക്ക് പ്രൈസ് തന്നിരുന്നു എന്ന്. അപ്പോൾ എന്താണ്, പക്ഷെ എൻ്റെ മുഖം കണ്ടു കഴിയുമ്പോൾ അച്ഛന് മനസ്സിലാകും ഇതെല്ലാം ട്രൂ ആണ് എന്ന്. And then every wrinkle in his face will tremble and tears will come into his eyes. ആ സമയത്ത് അച്ഛൻ്റെ മുഖത്തെ എല്ലാ റിങ്കിൾസും ചുളിവുകളും എന്ത് ചെയ്യും, ട്രെമ്പിൾ ചെയ്യും, വിറയ്ക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ അച്ഛൻ്റെ ഐസിൽ നിന്നും ടീയേഴ്സ് ഇങ്ങനെ വീഴാൻ തുടങ്ങും. Think father, it's not only honor and money they are bestowing on me. അച്ഛാ, എന്താണ് ഓണറും മണിയും മാത്രമല്ല അവരെന്നിൽ വിസ്റ്റോ ചെയ്യുന്നത്, അവരെന്നിൽ ഇങ്ങനെ അർപ്പിച്ചു തരുന്നത്. They have shown that they have trust enough in me to single me out before the whole world. അങ്ങനെ ഇങ്ങനെ ലിസ്റ്റ് ഓഫ് ആൾക്കാരിൽ നിന്ന് തന്നെ മാത്രം ഇങ്ങനെ എന്താണ് സിംഗിൾ ഔട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ, അതായത് തന്നെ മാത്രം ഇങ്ങനെ ചൂസ് ചെയ്യുന്നതിലൂടെ അവര് എന്നിലുള്ള റൈറ്റർ എന്ന നിലയിലുള്ള ഒരു വിശ്വാസമാണ് എന്താണ് ലോകത്തിന് മുന്നിൽ അനൗൺസ് ചെയ്യുന്നത്. അപ്പൊ ആ വിശ്വാസമാണ് ഇപ്പോൾ എന്നെ എന്താക്കുന്നത്, കടക്കാരിയാക്കുന്നത്. How shall I repay this debt? ഈ ഡെപ്റ്റ് ഞാൻ എങ്ങനെ റീപേ ചെയ്യും? Father will sit and still no words will come as he thinks. അച്ഛൻ എങ്ങനെ ഇരുന്ന് ആലോചിക്കും, വാക്കുകളൊന്നും ഉരിയാടുകയില്ല. Then drying tears of joy from his eyes, he will bang down his fist on the arm of the rocking chair and say, I will not rack my brains about problems that no one in heaven or on earth can solve. അപ്പോൾ അച്ഛൻ ഇങ്ങനെ തൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചിട്ട്, സന്തോഷത്തിന്റെ കണ്ണുനീരെല്ലാം തുടച്ചിട്ട് അച്ഛൻ്റെ ഫിസ്റ്റ് എടുത്ത്, അതായത് മുഷ്ടി ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് അച്ഛൻ എന്ത് ചെയ്യും, അത് തന്നെ റോക്കിംഗ് ചെയറിന്റെ ആമില് കയ്യിൽ ഇങ്ങനെ അടിച്ചിട്ട് അച്ഛൻ പറയും, എന്താണ്, ഹെവനോ എർത്തിനോ ഒന്നും സോൾവ് ചെയ്യാൻ കഴിയാത്ത ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ എൻ്റെ ബ്രെയിനെ എന്താണ് ഇങ്ങനെ ചിന്തകൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കില്ല എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ മുഷ്ടി അവിടെ ഇടിക്കുമെന്നാണ് സ്പീക്കർ പറയുന്നത്. റോക്കിംഗ് ചെയർ നമുക്കറിയാം, ആടുന്ന കസേരയുടെ ആ ആമിൽ ഇങ്ങനെ ഇടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, റാക്ക് ബ്രെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രമായിട്ട് ചിന്തിക്കുന്നതിനെയാണ് റാക്ക് ബ്രെയിൻസ് എന്ന് പറയാം. തലപുകഞ്ഞ് ആലോചിക്കുക എന്നൊക്കെ പറയുന്നത്. അതായത് ഇത്തരം കാര്യങ്ങൾ, അതായത് ഹെവനോ എർത്തിനോ ഒന്നും സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള, എങ്ങനെ വീട്ടാമെന്ന് പറയാൻ പറ്റാത്ത തരത്തിലുള്ള കടങ്ങളാണ് സ്പീക്കർ അച്ഛൻ്റെ അടുത്ത് വന്ന് പറയുന്നത്, അല്ലെ? അത്തരം കടങ്ങൾ എന്താണ് വീട്ടുന്നതിനെ പറ്റി അച്ഛനും ആലോചിച്ചാൽ എന്താണ് ഒരു ആശയത്തിൽ എത്താൻ കഴിയില്ല എന്ന് അച്ഛനും ഉറപ്പുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ തല ഇനി ഉപയോഗിക്കുന്നില്ല എന്ന് അച്ഛൻ പറയും. I am too happy that you have been given the Nobel Prize to worry about nothing. അപ്പൊ എനിക്ക് നല്ല സന്തോഷമാണ് നിനക്ക് നോബൽ പ്രൈസ് കിട്ടിയതിൽ. അതിൽ കൂടുതലൊന്നും ഇനി എന്താണ് ആകുലപ്പെടേണ്ടതില്ല. Your Majesties, Your Royal Highnesses, Ladies and Gentlemen, having received no better answer than this to all my questions, it only remains to me to ask you to join me in the toast which I have the honor to propose to the Swedish Academy. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കാനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സ്പീക്കർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ഡേ ഡ്രീമിങ്ങിലാണെങ്കിലും അച്ഛൻ ഈ പറയുന്ന നോബൽ പ്രൈസ് വിന്നിങ്ങിൽ വളരെ ഹാപ്പിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ സ്പീക്കർക്ക് ഒത്തിരി സന്തോഷം ആവുകയാണ്. അപ്പോൾ ആ സ്പീക്കർ നമ്മളോട് പറയുകയാണ്, Your Majesties, Your Royal Highnesses, Ladies and Gentlemen. ആരോടൊക്കെയാണ് പറയുന്നത്? Your Majesties, അതോറിറ്റീസിനോട്, ഡിഗ്നിറ്ററീസിനോട്, റോയൽ ഹൈനസ് അതായത് റോയൽ ഫാമിലിയിലുള്ളവരോട്, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എല്ലാവരും കൂടിയിട്ട് പറയുകയാണ്, ഹാവിംഗ് റിസീവ്ഡ് നോ ബെറ്റർ ആൻസർ ദാൻ ദിസ് ടു ഓൾ മൈ ക്വസ്റ്റ്യൻസ്. എൻ്റെ ഈ ക്വസ്റ്റ്യൻസിനെല്ലാം ഇതിൽ നല്ലൊരു ആൻസർ എനിക്ക് കിട്ടാനില്ല. അപ്പോൾ ആ ആൻസർ കിട്ടിക്കഴിഞ്ഞ് എന്നെ സംബന്ധിച്ച് ഇനിയുള്ളത്, ഇറ്റ് ഓൺലി റിമൈൻസ് ടു മീ ടു ആസ്ക് യു ടു ജോയിൻ മീ ഇൻ ദ ടോസ്റ്റ്. അപ്പം ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെയൊക്കെ ഇൻവൈറ്റ് ചെയ്യണം. അച്ഛൻ്റെ അടുത്ത് നിന്ന് എനിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടി. ആ ആൻസർ കിട്ടിയ ഈ സന്ദർഭത്തിൽ എൻ്റെ ഈ സന്തോഷത്തിലേക്ക്, ആ സന്തോഷത്തിൻ്റെ ടോസ്റ്റിലേക്ക്, വൈൻ ടോസ്റ്റ് ചെയ്യുന്നൊക്കെ എപ്പോഴാണ് നമ്മളൊരു സെലിബ്രേഷൻ മൂഡിലാണ്, അല്ലേ? അപ്പോൾ ആ ഒരു സെലിബ്രേഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യാം, ഇൻവൈറ്റ് ചെയ്യാനാണ് എനിക്ക് ഇനി ഉള്ളത് എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ സ്പീക്കർ പറയുന്നത്. ആ രീതിയിൽ ഈ സ്പീച്ച് എൻഡ് ചെയ്യാണ് അവിടെ. അപ്പൊ സ്വീഡിഷ് അക്കാദമിക്ക് മുന്നിലേക്ക് പ്രപ്പോസ് ചെയ്യാൻ, മുന്നിലേക്ക് വെക്കുന്ന ആശയം, നമ്മുടെ സ്പീക്കർ വെക്കുന്ന ആശയം ഇതാണ്, എൻ്റെ ഈ സന്തോഷത്തിൽ നിങ്ങളും ടോസ്റ്റ് ചെയ്യാന്നാണ് പറയുന്നത്. അത് പറയാൻ നമ്മുടെ സ്പീക്കർക്ക് ആ ഒരു കറേജ് കിട്ടുന്നത് നമ്മുടെ ഫാദറിന്റെ വേർഡ്സിൽ നിന്നാണ്.
ആക്ച്വലി ഫാദർ പറഞ്ഞതല്ല, ഡേ ഡ്രീമിലൂടെ ഫാദർ എന്തായിരിക്കും തന്നോട് പറയുക എന്ന് നമ്മുടെ സ്പീക്കർ എൻവിഷൻ ചെയ്ത് എടുത്തതാണ്. പക്ഷെ ആ ഒരു സന്തോഷം അവർക്കിപ്പോഴും അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ന്യൂ വേർഡ്സ്, കുറച്ചധികം ന്യൂ വേർഡ്സ് വന്നിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക, നോട്ട് ചെയ്യുക, പഠിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരിലേക്കും കൂടി ഈ വീഡിയോയുടെ ലിങ്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്. Father has lowered his head and does not look so hopeful anymore. അപ്പോൾ ഈ സംസാരമെല്ലാം കേട്ടപ്പോൾ അച്ഛൻ്റെ പ്രതീക്ഷയൊക്കെ അല്പം കുറഞ്ഞതായിട്ടാണ് കാണുന്നത്. അച്ഛൻ തലയൊക്കെ അല്പം താഴ്ത്തിയിരിക്കുകയാണ്. I agree, daughter. It's not going to be easy to find help for you, but surely